അധ്യാപകരൊക്കെ നല്ലോണം ശ്രദ്ധിക്കുന്നു. ഇവരൊക്കെ ഇങ്ങനെ ഉടുത്തൊരുക്കി വരും, അല്ലാണ്ട് യാതൊരു കാര്യമില്ല. സാറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞ പരാതിക്ക് കേസെടുക്കണം. നിങ്ങൾ അധ്യാപകർക്ക് എന്താ പറയാൻ പറ്റും? സാർ ഞങ്ങൾ എന്താ പറയുന്നത്, ഇനി ഒരു ബാൻഡേജ് കൂടി ഞങ്ങൾ വാരി കുറിച്ച് ഞങ്ങൾ സ്കൂളിലേക്ക് പറഞ്ഞോളാം. നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ചു പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത മക്കളാണ്. സാർ ഞാൻ അവിടെ ട്രീറ്റ് അധ്യാപകന 2 ദിവസം ഈ സാറിനോട് വിട്ടാൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ സാറിന് അറിയാൻ പറ്റും. അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പൊ ഇതിനൊരു തീരുമാനം ഉണ്ടാകും. എന്റെ മോൻ ഇന്നലെയാണ് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യുന്നത്. സാറേ എന്റെ മോൻ ഇപ്പോഴും ആശുപത്രിയില്ല. സാറേ മക്കളെ ഇവർ നന്നായിട്ട് വളർത്തണം. വല്ല കഞ്ചാവോ മദ്യോ അടിച്ച് വല്ലയിടത്തും പോയി കഴിഞ്ഞിട്ട് ആ കുറ്റം കൂടി ഞങ്ങളുടെ അടിയിൽ വെക്കണം. മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ സ്റ്റേഷനൊന്നും ഞാൻ നോക്കൂലാട്ടാ. മര്യാദക്ക് സംസാരിക്കണം. ആശുപത്രിയിൽ നിന്ന് റിപ്പോർട്ട് സംഭവം മാഷ് പറഞ്ഞ നടത്തുക. മറ്റു വാഹനങ്ങളിൽ പിള്ളേരുടെ വാഹനം എടുത്തിട്ടില്ല. പിള്ളേർ ഡ്രഗ് യൂസ് ചെയ്തിരുന്നു. നമുക്കതിന്റെ തെളിവൊന്നും കിട്ടിയില്ല. അറിഞ്ഞിടത്തോളം ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മക്കൾ ബൈക്ക് ആക്സിഡന്റ് ആയതിന് ഈ അധ്യാപകർ എങ്ങനെ കുറ്റക്കാരാവുന്നത്? സാറേ ഇവര് കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല. ഞങ്ങൾക്ക് സ്കൂളിൽ കയറി അവരെന്താ ചെയ്യുന്നത് നോക്കാൻ. ഈ സ്കൂളിൽ പോയിട്ട് വരുന്ന വഴിയാണോ ആക്സിഡന്റ് ആയത്? ഈ ബൈക്കാരനെ എന്റെ മോനെ സാർ മോനെ എത്ര വയസ്സായി? 17 വയസ്സ്. ഈ 17 വയസ്സുള്ള മോനാണോ ഈ ബൈക്ക് വാങ്ങി കൊടുത്തത്? സാർ അത് ഇലക്ട്രിക്കൽ വണ്ടിയല്ലേ. അപ്പൊ നിങ്ങള് പരാതിയിൽ ഉറച്ചിരിക്കുകയാണോ? നിങ്ങളുടെ മക്കള് രാത്രി കാലങ്ങളിൽ പുറത്തു പോകാറുണ്ടോ? എത്ര മണിക്ക്? സാർ അതങ്ങനെ കറക്റ്റ് സമയത്ത് ഓർമ്മയില്ല. 11, 12, 1 മണി വരെ. 1 മണിക്കൊക്കെ പോകാറുണ്ട്. ദിവസങ്ങളിൽ പോകുന്ന അറിയുന്നില്ല. നിങ്ങൾ അറിയാറ് പോലില്ല. അവരെവിടേക്ക് പോകുന്നതെന്ന് അറിയോ? ചായ കുടിക്കാനൊന്നും പറഞ്ഞാ പോകാറ്. ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് ഈ രാത്രി 2 മണിക്കൊക്കെ അവര് പുറത്തു പോകുന്നു. എവിടെ പോകാന്ന് ചോദിക്കാറുണ്ട്? ഏതാ സ്ഥലത്തേക്ക് ചോദിക്കാറുണ്ട്? നിങ്ങള് അവരങ്ങനെ കറക്റ്റ് പറയാറില്ല സാർ. എവിടെയെന്ന് പറയാറില്ല. നിങ്ങളൊക്കെ എന്ത് പാരന്റ്സറോ? സ്വന്തം മക്കള് വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രി 2 മണിക്ക് നിങ്ങൾക്ക് അറിയാത്ത സമയത്ത് വരെ പുറത്തു പോവാ ചായ കുടിക്കാന്ന് പറഞ്ഞുകൊണ്ട്. മക്കൾക്ക് എവിടെ പോകണേ അവർ പോണ വഴിക്കെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറിയോ? അധ്യാപകർ സ്കൂളിൽ കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ലെന്നും അവർ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് തടയാനായിട്ട് അവരൊന്നും ചെയ്യുന്നില്ലെന്നൊക്കെയാണ് നിങ്ങൾ തന്നിരിക്കുന്ന പരാതി. ഇതൊക്കെ വൃത്തിയായി നടത്തുന്നത്. വിദ്യ പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകർ ഇങ്ങനെ കുറ്റവാളികളെ പോലെ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് സാറേ? കുട്ടികളൊന്നും വഴക്ക് പറയാൻ പറ്റില്ല, ഒരു വഴി ഇട്ടൊന്നും അടിക്കാൻ പറ്റില്ല. എന്തെങ്കിലും സംശയം തോന്നിയാൽ അവരുടെ പരാതി ഒന്നും നമുക്ക് പരിശോധിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് ബാലാവകാശ ലംഘനമാവും. അപ്പൊ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അധ്യാപകരുടെ ഇന്ന് ഞങ്ങൾ കുട്ടികളെ പഠിച്ചിട്ട് സ്കൂളിൽ പോകും. നിങ്ങൾ ടെൻഷൻ ആവണ്ട, എല്ലാം ശരിയാക്കാം. തന്നെ മോൻ ഡിസ്ചാർജ് ആയിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? അവനും കൂടി ഡിസ്ചാർജ് ആയതിനു ശേഷം പിറ്റേ ദിവസം നിങ്ങൾ ഇവിടെ വരണം. താൻ അതൊന്ന് ഫോളോ അപ്പ് ചെയ്തേക്ക്. അവർ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് എവിടെ നിന്നാണ് കിട്ടുന്നത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യം നമുക്കറിയാം. അതിന്റെ പിന്നിൽ ആരായാലും അവരെ നമുക്ക് പൊക്കണം. ശരി സാർ, നിങ്ങളുടെ സപ്പോർട്ട് കൂടി വേണം. തീർച്ചയായും സാർ. അതേപോലെ നിങ്ങൾ മക്കൾക്ക് കൊടുക്കുന്ന പൈസ അവരെന്ത് ചെയ്തു, അവരെവിടേക്കാണ് പോകുന്നത്, അവരെ കൂട്ടുകാരാരൊക്കെയാണ്, ഈ വക എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അധ്യാപകരെ കുറ്റം പറയുന്നതിന് മുന്നേ നമ്മുടെ മക്കളെ നമ്മൾ മനസ്സിലാക്കണം. ക്ഷമിക്കണം സാർ, ഞങ്ങൾക്ക് ഓരോ നിയന്ത്രിക്കാൻ പറ്റില്ല. ഞങ്ങളെന്തിൽ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തട്ടിക്കയറി ഞങ്ങളെ നശിപ്പിച്ചത്. സാറേ ഞങ്ങൾ മക്കളെ എങ്ങനെയാണ് രക്ഷിക്കാറ്? ഞങ്ങൾക്ക് അവരോടൊന്നും ഒരു ദേഷ്യമില്ല. ഞങ്ങൾ മക്കളെ ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മക്കളെ നന്നാക്കാൻ വേണ്ടിയാണ് ഈ പരാതിയല്ലേ? എന്തായാലും ഇതൊരു നല്ല തുടക്കമാക്കാം. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാം.